കുരിശിൻ്റെ വഴി കല്ലറയിൽ അവസാനിക്കുന്നില്ല. കല്ലറയുടെ ഇരുളിൽ നിന്ന് മഹത്വത്തിൻ്റെ പ്രകാശത്തിലേക്ക് യേശുവിൻ്റെ കുരിശ് യാത്ര പ്രവേശിക്കുന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണിത്. ഭൂമിക്ക് മേലെ ഉയർത്തപ്പെട്ട കുരിശിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ കൂടിയാണ് കുരിശിൻ്റെ വഴി. കാൽവരിയിലേക്കുള്ള കുരിശിൻ്റെ വഴി അവിടെ അവസാനിക്കുന്നില്ല. നിരവധിയായ കുരിശ് അനുഭവങ്ങൾ എക്കാലത്തും എന്നതുപോലെ ഇന്നും അഭംഗരം തുടരുന്നു. കുരിശ് സ്വീകരണ മുറികളിലെ അലങ്കാരമോ ആഭരണമോ അല്ല, പച്ചയായ മനുഷ്യൻ്റെ ജീവിത ഭാഷ തന്നെയാണ് കുരിശിനും പറയുവാനുള്ളത്. യുദ്ധം പരത്തുന്ന ദുരിതങ്ങളും മനുഷ്യജീവൻ്റെ നാശവും കുരിശോട് ചേർത്ത് വെച്ച് ധ്യാന വിഷയമാക്കേണ്ടതാണ്. അന്യഗ്രഹങ്ങളിൽ ജീവൻ്റെ തുടുപ്പുണ്ടോ എന്ന് ശാസ്ത്രം ഗവേഷണ വിഷയമാക്കുമ്പോൾ ഭൂമിയിൽ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ജീവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ മാത്രം സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയും അഹംഭാവവും ഇല്ലായ്മ ചെയ്യുന്ന കുരിശ് ദുരിതമനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ അടയാളമായി തീരട്ടെ. കുരിശിൻ്റെ വഴിയുടെ പ്രത്യേകത അത് നമ്മളെ ഒരിക്കലും ദുഃഖങ്ങളിലേക്ക് നയിക്കുകയല്ല, മറിച്ച് വലിയ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിലെ 14 സ്ഥലങ്ങളിൽ കരുത്തായി കൂട്ടായി നമ്മുടെ കർത്താവുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസവും ധൈര്യവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ്. കർത്താവ് അകാരണമായി വിധിക്കപ്പെടുന്നതിലാണ് നമ്മൾ ആരംഭിക്കുക. അവിടുന്ന് ഏറ്റവും നിഷ്കളങ്കനായിരുന്നിട്ടും കള്ളസാക്ഷ്യങ്ങളുടെയൊക്കെ മുന്നിൽ അവിടുന്ന് കുറ്റവാളിയായി ചുമത്തപ്പെടുന്നു. നമ്മുടെയും ജീവിതങ്ങളിൽ അകാരണമായ എത്രയോ ആരോപണങ്ങൾ നമുക്കെതിരെയും വരുന്നു. കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലുമൊക്കെ ഏറെ വേദനകളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഏറെ ക്ലേശിക്കുന്ന അനേകര്. നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ വിചാരണയിൽ അവിടുത്തെ രക്ഷിക്കാനായിട്ട് ആകപ്പാടെ ആഗ്രഹിക്കുന്നത് പീലാത്തോസ് മാത്രമാണെന്നുള്ളത് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യമാണ്. പീലാത്തോസ് പലതവണ അവരോട് ചോദിക്കുന്നുണ്ട്, ഇവനെ തന്നെ ക്രൂശിക്കണോ അതോ ബറാബാസിനെ മതിയോ? അവരാണ് ആർത്തു വിളിച്ചത്. ആ ജനക്കൂട്ടം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓശാന പാടി അതേ ജനക്കൂട്ടമാണ് ആർത്തു വിളിച്ചത്, അവനെ ക്രൂശിക്കുക എന്നത്. ഭാരമേറിയ കുരിശ് ചുമത്തപ്പെടുന്ന വലിയ ദുഃഖത്തിൻ്റെ ഒരനുഭവവും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അവിടുന്ന് 3 പ്രാവശ്യം കുരിശ് ചുമന്ന് അതിൻ്റെ ഭാരം താങ്ങാനാവാതെ വീഴുന്നുണ്ട്. എത്രയോ ജീവിതാനുഭവങ്ങളിൽ നമ്മളും ഇതിലൂടെ കടന്നുപോയിരിക്കുന്നു. കുരിശുകൾ താങ്ങാനാവാതെ വീണുപോയ സാഹചര്യങ്ങൾ നമുക്കുമുണ്ട്. പ്രിയപ്പെട്ടവര്, ഈ കുരിശിന്റെ വഴിയിൽ നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുന്ന രംഗവും നമ്മൾ ധ്യാനിക്കും. ജെറുസലേമിലെ സ്ത്രീകളോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നു, എന്നാൽ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ഓർത്ത് വിലപിക്കുവിൻ. ദുഃഖവെള്ളി പലപ്പോഴും നമുക്ക് കർത്താവിനെ ഓർത്ത് വിലപിക്കാനുള്ള ഒരു അവസരമായി മാറുന്നു എന്നുള്ളതും വലിയ ഒരു വൈരുദ്ധ്യമാണ്. നമ്മൾ വിലപിക്കേണ്ടത് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും ഓർത്ത് തന്നെയാണ്. നമ്മുടെ പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവിനെ ഈ കുരിശിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്നുണ്ട്. കുരിശിന്റെ വഴിയിൽ കർത്താവിനെ കണ്ടുമുട്ടുന്നവരെക്കാളും നമ്മൾ ശ്രദ്ധിക്കുന്നത് അവന്റെ കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ട 12 സ്ലീഹന്മാർ അവനെ വിട്ട് ഓടിപ്പോകുന്ന രംഗമാണ്. അവരാരും അവന്റെ കൂടെയില്ല. കൂടെ ആയിരിക്കേണ്ടവർ അവന്റെ കൂടെയില്ല. എത്രയോ വേദനാജനകമായ ഒരു സാഹചര്യമാണ്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഉപേക്ഷിച്ചു എന്ന വേദനയോടെ കഴിയുന്ന എത്രയോ പേർ നമ്മുടെയും ഇടയിലുണ്ട്. അപമാനിക്കപ്പെട്ടാണ് അവിടുന്ന് കുരിശിലേറ്റപ്പെട്ടത്. വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുത്ത് പൂർണ്ണ നഗ്നനായി 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ട് അവിടുന്ന് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ കിടക്കുമ്പോൾ
മാനുഷികമായ രീതിയിൽ ഏറ്റവും വലിയ അപമാനം സഹിച്ചാണ് അവിടുന്ന് ക്രൂശിക്കപ്പെട്ടത്, അതും 2 കള്ളന്മാരുടെ നടുവിൽ. നമ്മുടെ ജീവിതങ്ങളിലും ഇതേ അനുഭവങ്ങൾ അപരിചിതമായ അനുഭവങ്ങളല്ല. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. ലോകത്തെമ്പാടും കുരിശിന്റെ വഴിയിലൂടെ തന്നെയാണ് ക്രൈസ്തവർ കടന്നു പോകുന്നത് എന്ന് ആനുകാലിക സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷേ ആ കുരിശ് നമ്മളെ ഒരിക്കലും തകർച്ചയിലേക്കോ തളർച്ചയിലേക്കോ നയിക്കുന്നില്ല, മറിച്ച് ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് തന്നെയാണ് നയിക്കുക. ലോകം ഇന്ന് ക്രൂശിൽ മരിച്ച ദൈവപുത്രനെ അനുസ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ദുഃഖവെള്ളി ലോകത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ്. ക്രൂശിൻ്റെ അടുത്തേക്ക് വിശ്വാസ സമൂഹവും ക്രൂശിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരും അടുത്തു വരുന്ന ദിവസമാണ്. നാം ഈ തലസ്ഥാന നഗരിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളവും വിശ്വാസത്തിൻ്റെ അനുഭവവും പേറി കുരിശിൻ്റെ വഴിയെ പ്രാർത്ഥനയോടെ നടത്തുന്നു. ഈ നഗരത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും ക്രൂശിതൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് നാം ഇവിടെ ഇന്ന് ക്രൂശിൻ്റെ വഴി നടത്തുമ്പോൾ ക്രൂശിൻ്റെ യഥാർത്ഥ അനുഭവം പേറുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങൾ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, ദുർബലരായിരിക്കുന്നവർ, അനേകർ ഒരു യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ ഈ കുരിശിൻ്റെ വഴി കർത്താവിനോടൊപ്പം നടന്ന് നീങ്ങുമ്പോൾ നാഥ അത്ഭുതകരമായ അവിടുത്തെ പ്രവൃത്തികൾ, സമാധാനം പകരുന്ന അവിടുത്തെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന അവിടുത്തെ പ്രവൃത്തികൾ ആ ദേശത്തിൻ്റെ മേലും ജനങ്ങളുടെ മേലും ഭരണാധികാരികളുടെ മേലും അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ഇന്ന് കുരിശാണ്. നാം എന്ത് കാണുവാൻ ഈ ക്രൂശിലേക്ക് നോക്കുന്നു? രാജാവിനെ കാണുന്നതിന്, പീലാത്തോസിന്റെ മുമ്പിൽ ദുർബലനായി നിൽക്കുന്ന യേശുവിനെ കാണുന്നതിന്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കടലിൻ്റെ മീതെ നടന്നവന്, യേശു ക്രിസ്തുവിനെ നീ ക്രൂശിൽ കാണുന്നു. നീ ക്രൂശിൽ സ്വർണവും പിത്തളയും തടിയും അതിൻ്റെ വാസ്തുശില്പകലയും ആ ആകാരത്തിൽ നീ കാണുന്നു. അതോ അതിൽ വലിച്ചു നീട്ടപ്പെട്ട ഒരു മനുഷ്യ രൂപത്തെ കാണുന്നു. ലോകത്തിൽ അടയാളത്തിൻ്റെ കൂടെ അമർന്നിരിക്കുന്ന ഒരേ ഒരു മനുഷ്യ രൂപം ഈ ക്രൂശിൽ കാണുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പ്രഭാതത്തിൽ സ്വർഗം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം: മകനെ, മകളെ, ഈ അമർന്നിരിക്കുന്ന മനുഷ്യരൂപമായ ദൈവപുത്രനെ നീ കാണുന്നു.
നീ എന്തിന് ഈ ക്രൂശിന്റെ പിന്നാലെ നടക്കുന്നു? ഭൗതികതയുടെ സമൃദ്ധിയുടെ സുവിശേഷം കേൾക്കാൻ, കാണാൻ. നീ സ്തുതിക്കുമ്പോ നിന്റെ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുന്ന, നിന്റെ കുരിശുകളെയെല്ലാം എടുത്തു മാറ്റുന്ന, അത് നിനക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രികനെ കാണാൻ. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പാണ്. കൊരിന്തിലെ സഭയ്ക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും. ദൈവ പൈതലെ, നിന്നെ രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വഴി നീ ഓർക്കൂ.